അപ്പോൾ വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ജീവനുകളാണ് പൊലിഞ്ഞത് അല്ലേ മോളൂ അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതിൻ്റെ ഭാഗമായിട്ട് അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അവർക്ക് വീട് വെക്കുന്നതിനും ഒക്കെ ആയിട്ട് അല്ലേ അതിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൊന്നും മോളും ഒരു വലിയ സഹായമാണ് ചെയ്തത് അല്ലേ? മോള് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് പറഞ്ഞു കൊടുത്താൽ എങ്ങനെയാണ് മോള് സഹായം കൊടുത്തത്? നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് വയനാട് നടന്ന ഒരു മണ്ണിടിച്ചിലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളും നമ്മുടെ സഹായ മനസ്കതയും എല്ലാം കേരളക്കര മൊത്തം കണ്ടതാണ്. പല ആളുകളും പല രീതിയിൽ സഹായിച്ചു. ചില ആളുകൾ അവരുടെ കട മൊത്തം അവിടെ കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ എടുത്തു കൊണ്ടുപോയിക്കോളൂ എന്നാണ്. ചില ഗ്രോസറി കടക്കാർ പറഞ്ഞു നിങ്ങൾക്ക് എന്താ അരി സാധനം എത്രയും വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വയനാടുള്ള ചില സ്കൂളുകളിലൊക്കെ ക്ലാസ് റൂമുകൾ മൊത്തം നിറഞ്ഞിട്ട് അവസാനം ആ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ട് മൊത്തം നിറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ മലയാളികളുടെ സ്നേഹമാണ്. ചില സമയത്തൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയും അതുപോലെ തന്നെ വഴക്കൂടെയൊക്കെ ചെയ്യുമെങ്കിൽ കൂടെ ചില സമയത്ത് മതങ്ങളും രാഷ്ട്രീയങ്ങളും അതുപോലെ തന്നെ ചില ചിന്തകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തല്ലുകൂടുമെങ്കിൽ കൂടി നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം. ഇതിന് പ്രത്യേകിച്ച് ഏജ് ഒരു ഫാക്ടർ അല്ല കേട്ടോ. വയസ്സായവരും ചെറിയ കുട്ടികളും എല്ലാവരും അതുപോലെ തന്നെ. എന്തായാലും ഈ വയനാട് റിലീഫുമായി ബന്ധപ്പെട്ട് റിലീഫ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വീഡിയോ കാണാനിടയായി. ഒരു കൊച്ചു പിടിക്കിയുടെ വീഡിയോ ആണ്. കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങളിലേക്കും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് തരാനും എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് സംസാരിക്കാം. അപ്പോൾ വരും കേട്ടോ, ഏകദേശം ഇവിടെ എത്താനായി എന്നുള്ളത് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിച്ചേക്കാം കേട്ടോ. വലിയൊരു നന്മ തന്നെയാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ അത്രയും സന്തോഷമുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണം കേട്ടോ. ഒരുപാട് ആളുകളിലേക്ക് ആ മോൾ എത്തിക്കണം എന്ന് എനിക്ക് തോന്നിയോണ്ടാണ്. അപ്പം മിടുക്കിനെ കാത്തു നിൽക്കുന്നതാ നമ്മളെ മിടുക്കി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ കുട്ടികളും മാതൃകയാക്കേണ്ട ഒരു വലിയ നന്മ നിറഞ്ഞ പ്രവൃത്തിയാണ് ഈ പൊന്നുമോള് ചെയ്തിട്ടുള്ള. മോള് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓടി വരിക, ക്ഷീണിച്ചാ? സ്കൂൾ വിട്ട് വരികയാണല്ലേ? എവിടെ എത്തും വരും ബസ്? മില്ലിൻ്റെ അവിടെ വരുള്ളൂ. വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ പൊന്നുമോളെ ഞാൻ എന്നെ കാത്തിക്കുന്നു. ഒരുപാട് ആളുകൾ ഇപ്പോൾ മോളുടെ പോസ്റ്റർ ഷെയർ ചെയ്തും കൊടുക്കുകയാണല്ലോ. അപ്പൊ ഇതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞ മോളുടെ പേരെന്ന് പറഞ്ഞെടുത്താ അതുല്യ എന്നാണ് മോളെ പേര്. അപ്പൊ മോളോ ഞാൻ ഒന്ന് കാണാൻ വന്നാട്ടാ. അപ്പോൾ ഒരു ക്ഷയിക്കാൻ പറ്റിയേ. അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ജീവനുകളാണ് പൊലിഞ്ഞത് അല്ലേ മോളൂ അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതിൻ്റെ ഭാഗമായിട്ട് അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അവർക്ക് വീട് വെക്കുന്നതിനും ഒക്കെ ആയിട്ട് അല്ലേ അതിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൊന്നും മോളും ഒരു വലിയ സഹായമാണ് ചെയ്തത് അല്ലേ? മോള് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് പറഞ്ഞു കൊടുത്താൽ എങ്ങനെയാണ് മോള് സഹായം കൊടുത്തത്? മോക്ക് തൊണ്ടുണ്ടായിരുന്നു. മോള് ഇങ്ങനെ തോന്നാൻ കാരണം എന്താ? ടിവിയിൽ കണ്ടു, അതുകൊണ്ട് വിഷമായി. അപ്പൊ ഞാന് കൊടുത്താണ്. ആ പൈസ എന്തിനുള്ളായിരുന്നു? ഓണത്തിന് ഡ്രസ്സ് എന്തൊക്കെ മേടിക്കാനായിട്ട്. തന്നെ ഓണം ആഘോഷിക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക സ്വരുക്കൂട്ടി വെക്കുന്നതാണ് മോള്. അപ്പോൾ അങ്ങനെ മോള് ആരെടുത്ത ഏൽപ്പിച്ചത് പൈസ? അടിമാഷിന്റെ അടുത്ത്. മോള് പഠിക്കുന്ന സ്കൂൾ പറഞ്ഞെടുത്താ? AR നഗർ HHS സ്കൂൾ. അതെ, AR ഹയർ സെക്കൻഡറി സ്കൂൾ ചെണ്ടപ്പുറയിൽ ആണ് മോള് പഠിക്കുന്നത്. എത്രല്ല പഠിക്കണേ? 6ാം ക്ലാസ്സിലാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ മോള് പഠിക്കുന്നത്. അപ്പോൾ മോള് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു പ്രവൃത്തിയാണ് മോള് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഈ പൈസ ഒക്കെ കൊടുത്തപ്പോൾ എല്ലാവരും എന്തേ പറഞ്ഞേ? ബസ്സിന്ന് ചിലർക്ക് തൊണ്ട് പൊട്ടിച്ച് കൊടുത്തത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും തൊണ്ട് പൊട്ടിച്ച് കൊടുത്തപ്പോൾ അമ്മ എന്താ പറഞ്ഞേ? അങ്ങനെ ചെയ്യണം, പാവപ്പെട്ടവരല്ലേ, വീടൊന്നും പോയപ്പോൾ കൊടുത്തേക്കെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇതുപോലെ എല്ലാവരും തൊണ്ട് പൊട്ടിക്കുക എന്നുള്ളതാണ്. അമ്മ എവിടെ? അമ്മ വന്നിട്ടില്ല. അമ്മ എത്ര നേരം വൈകുമോ? അമ്മ എങ്ങോട്ടാ പോയത്? അമ്മ സ്കൂളിൽ എന്താ ജോലി അമ്മയ്ക്ക്? ക്ലീനിങ് തന്നെ അവിടെ ജോലിയാണല്ലേ. അച്ഛനെന്താ ജോലി? അച്ഛന് ഇൻഡസ്ട്രിയിലാണല്ലേ. അപ്പോൾ ഒരു സാധാരണക്കാരായ കുടുംബമാണ് കേട്ടോ പ്രിയപ്പെട്ടവർ. ഇതാണ് ഇവരെ വീട്. ഏതായാലും ഇവിടെ വീട്ടിൽ ആരാളുള്ളത്? മാമയാണ് അല്ലേ? മാമയാണ് ഞാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അല്ലേ? കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് തോന്നുന്നു, മനസ്സിൽ തോന്നുകയാണ് അല്ലേ പൊന്നുമോളെ അല്ലേ? എന്തേന്ന് ഇപ്പം അവിടെ ടി വിയിലൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? അവിടുത്തെ വിഷമം ആയോ? എന്തൊക്കെയാ തോന്നിയത്? ടി വിയിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നാ?
എത്ര ആളുകളാണല്ലേ മരിച്ചതില്ലേ? 400-ന് മുകളിൽ ആളുകളാണ്. അപ്പോൾ ഇനിയിപ്പോൾ എത്ര ആളുകൾ മണ്ണിൻ്റെ അടിയിൽ, ഇനിയിപ്പോൾ എത്ര ആളുകൾ കാണാനില്ലാണ്ടായിട്ടുണ്ട് അല്ലേ മോളെ? അല്ലേ? അതുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം തന്നെയാണത്. കാരണം അവർക്ക് വീട് ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. പാവപ്പെട്ടവർക്കൊക്കെ വീടില്ലാത്തവർക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് അല്ലേ? അത് നല്ലൊരു മിടുക്കിയാണ്. അപ്പോൾ എത്രല്ല പഠിക്കണേ പറഞ്ഞ്? 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ മോളെങ്ങനെ വീട്ടിലൊക്കെ എങ്ങനെയാ? വീട്ടിൽ നല്ല കുട്ടി തന്നെ. നല്ല കുട്ടി തന്നെയാണ് അല്ലേ? അമ്മേനൊക്കെ സഹായിക്കും. അമ്മനെ സഹായിക്കുമോ? ഈ ഒരു സ്മാർട്ട്നെസ് വീട്ടിലുണ്ട്. വിചാരിച്ച പോലെ അല്ലല്ലോ അല്ലേ? അപ്പോൾ മോളെ എല്ലാവിധ ആശംസകളും കേട്ടാ. ഇനിയും ഇങ്ങനെയുള്ള തൊണ്ടൊക്കെ പൊട്ടിച്ച് പാവങ്ങളെ സഹായിക്കട്ടാ. നല്ല പ്രവൃത്തിയാണ് മോള് ചെയ്തത്. എല്ലാവരും ഏറ്റെടുക്കുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കൊച്ചു മിടുക്കിയാണ്. ആ മിടുക്കി കുട്ടി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ നാട്ടിൽ ചിലപ്പോൾ അതിന് തൊണ്ട് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അത് ഈ നമ്മളവിടെയൊക്കെ പൈസ കുറ്റി എന്ന് പറയും. അത് പൊട്ടിച്ചിട്ട് അതിൽ നിന്നുള്ള എല്ലാ പൈസയും സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അല്ലേ? ആ കുട്ടി പറയുന്നുണ്ട്, അമ്മയോട് ചോദിച്ച സമയത്ത് അമ്മ പറഞ്ഞു പാവപ്പെട്ടവരല്ലേ, അവർക്ക് എന്തായാലും കൊടുക്കണം. ഇതാണ് നമ്മളെ നാട്ടിൽ നമ്മൾ വളർത്തി വരുന്ന ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ആ ഒരു കുട്ടി ഒരുപാട് മനുഷ്യന്മാർക്ക് ഒരു മാതൃകയാണ്. ചെറിയ കുട്ടികൾക്കാവട്ടെ, അതല്ലാതെ മുതിർന്ന ആളുകൾക്കാവട്ടെ, ഈ ഒരു കുട്ടി മാതൃകയാണ്. തൻ്റെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് മുഴുവൻ അങ്ങോട്ട് കൊടുത്തു. അതിൽ1 രൂപ പോലും ബാക്കി വെച്ചിട്ടില്ല. ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശായിരുന്നു അത്. ഇപ്പം ഈ കുട്ടി പറയുമ്പോൾ വലിയ പൈസക്കാരുടെ വീട്ടിൽ നിന്നൊന്നുമല്ല, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അമ്മ അതുപോലെ തന്നെ സ്കൂളിൽ ക്ലീനിങ് വർക്കിന് പോകുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അച്ഛൻ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്കും പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൽ നിന്ന് ഈ ഒരു പെൺകുട്ടി ഓണം ആഘോഷിക്കാൻ, ഓണപ്പുടവ വാങ്ങിക്കാനും അതുപോലെ തന്നെ ഓണം ആഘോഷിക്കാനൊക്കെ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പൈസ അത് മൊത്തത്തിൽ ആ തൊണ്ട് പൊട്ടിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു പൈസക്കുറ്റി പൊട്ടിച്ചിട്ട് അത് മൊത്തം ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു വെക്കുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട്. അതായത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളത്. നമ്മുടെ കയ്യിൽ അത് ചുമ്മാ വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ ചിലവഴിക്കുന്ന ഈ ഒരു ചില ധാരാളിത്തങ്ങൾ മറ്റുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യ സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമുള്ള സാധനങ്ങളായിരിക്കാം. ചിലപ്പോൾ ആ ഒരു കുഞ്ഞുമോള് ഓണത്തിന് വേണ്ടിയിട്ട് അവള് ഉടുപ്പ് വാങ്ങിക്കാൻ വേണ്ടി എടുത്തു വെച്ചൊരു പൈസ ചിലപ്പോൾ കുറച്ച് ദിവസത്തിന് ആളുകൾക്ക് ഭക്ഷണമായി മാറിയേക്കാം. അവരുടെ നിലനിൽപ്പിന് തന്നെ വസ്ത്രം എടുത്തില്ലെങ്കിലും നമ്മൾ മരിക്കൊന്നുമില്ല. പക്ഷെ ഭക്ഷണം ഇല്ലാന്നുണ്ടെങ്കിൽ അതല്ല അവസ്ഥ. ഭക്ഷണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഒന്നും ജീവിക്കാൻ പറ്റില്ല. ഒരു ദിവസത്തിൽ പെട്ടെന്ന് എണീറ്റിട്ട് ഒന്നുമില്ല, ഉടുത്ത വസ്ത്രം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ചില മനുഷ്യന്മാർക്ക് താങ്ങാവാനും തണലാവാനും ഇതുപോലെയുള്ള മക്കള് സത്യം പറഞ്ഞാൽ ഒരു മാതൃകയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കണം. ഒരുപാട് ആളുകൾ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഈ ഒരു കൊച്ചുമോൾ എന്ന് പറയാൻ അധികം പ്രായമൊന്നുമില്ല, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ചിലപ്പോൾ ഒരു 11ഓ 12ഓ വയസ്സ് കാണുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മുന്നിൽ ഇത്രയും വലിയൊരു മാതൃക തുറന്നു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണുന്ന സമയത്ത് എന്താണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ മക്കൾക്ക്, ബാക്കിയുള്ള ആളുകളുടെ മക്കൾക്കും കൂടെ ഒരു പ്രചോദനമാകാൻ അത് സഹായിക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്ത ആൾക്ക് ഒരു വലിയ സന്തോഷമുണ്ട്. കാരണം ഇതുപോലെയുള്ള കാര്യങ്ങൾ, കുട്ടികൾക്കുള്ള പ്രോത്സാഹനങ്ങൾ ഒരു ഫോട്ടോയിലോ അതല്ലാതെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലൊന്നും ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ആ ഒരു കുട്ടി അവളുടെ ഓണത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആഗ്രഹം, ഒരു പ്രതീക്ഷ, അതല്ലാതെ ഒരു ഓണപ്പുടവ വാങ്ങിക്കണം എന്നുള്ളൊരു സന്തോഷമാണ് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചത്. അപ്പോൾ എന്താണെങ്കിലും അത് നമ്മൾ സംസാരിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു പ്രളയവും അതുപോലെ തന്നെ ഈ ഒരു ലാൻഡ് സ്ലൈഡൊക്കെ വന്ന സമയത്ത് എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയായിരുന്നു. മുലപ്പാൽ വേണമെന്ന് ചോദിച്ച് വന്ന ഉമ്മമാരുണ്ട്, അതുപോലെ തന്നെ ദത്തെടുക്കട്ടെ എന്ന് ചോദിച്ച് വന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ അഹോരാത്രം ഈ അവിടെ ക്ലീനിങ് വർക്കിനും റെസ്ക്യൂ വർക്കിനൊക്കെ പോയിട്ടുള്ള ഒരുപാട് നല്ല മനുഷ്യന്മാരെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ കേരളമാണ്. ചില സമയത്ത് വർഗീയതയും അതുപോലെ തന്നെ മതവും രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് തല്ലൂടുന്ന മനുഷ്യന്മാർ തന്നെയാണ് ഇവരൊക്കെ. എല്ലാവരുടെ ഉള്ളിലും മനുഷ്യത്വം, എല്ലാവരുടെ ഉള്ളിലും സ്നേഹവും, എല്ലാവരുടെ ഉള്ളിലും വാത്സര്യമൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞ് തമ്മിലടിച്ച് അതൊരു പ്രശ്നമാക്കുന്നു എന്ന് മാത്രം. അതല്ലാത്ത സ്പേസിലൊക്കെ നമ്മളെല്ലാവരും നല്ല മനുഷ്യന്മാരാണ് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡ്. എന്താണെങ്കിലും നമ്മളെല്ലാവരും പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുത്തിട്ട് അവർക്ക് തിരിച്ച് അവരുടെ വീടുകളിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും.
അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കണം. നമ്മളുടെ ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിൽക്കരുത്. ഇപ്പം മീഡിയ കവറേജ് ഒക്കെ കുറച്ച് കുറവാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന സഹായങ്ങളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മീഡിയ കവറേജ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയുന്നില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നാലാവുന്ന വിധത്തിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ആ ഒരു കൊച്ചുമോള് തൊണ്ട് പൊടിച്ച് സമ്പാദ്യം മുഴുവൻ കൊടുത്തില്ലെങ്കിലും എന്തെങ്കിലും നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് അവർക്ക് മാറ്റി വെക്കാൻ, ഇനി സമ്പാദ്യം ഇല്ലെങ്കിലും നമ്മൾ കഴിക്കുന്ന ഒരു ബ്രോസ്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു വെറുംചോറാക്കിയിട്ട് ആ ബ്രോസ്റ്റിൻ്റെ കാശ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. എത്രയോ പൈസ നമ്മൾ വെറുതെ കളയുന്നു അല്ലേ. അപ്പം അതൊക്കെ കൊടുക്കാം. അപ്പം ഇതൊക്കെ പറയാൻ നീ ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ രീതിയിലൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ സഹായിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പൊന്നുമോളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയത്, റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത്. ഇതുപോലെയുള്ള സന്തോഷങ്ങളൊക്കെ ഒരു ഫോട്ടോയിലും ഇതിലൊന്നും ഒതുക്കേണ്ടതല്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ, ബൈ.